ഹണിമൂണിനിടെ ദമ്പതികളെ കാണാതായ സംഭവം. ഭർത്താവിൻ്റേത് കൊലപാതകം, ഭാര്യ അറസ്റ്റിൽ. 28-കാരനായ രാജ രഘുവംശിയുടെ കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ നിന്ന് ഭാര്യ സോനം രഘുവംശി ഉൾപ്പെടെ 4 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹണിമൂൺ സമയത്ത് സോനം വാടകക്കൊലയാളികളെ ഉപയോഗിച്ച് ഭർത്താവിന്റെ കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തുകയായിരുന്നു. സോനം രഘുവംശിക്ക് മറ്റൊരു യുവാവുമായി വിവാഹേതര ബന്ധമുണ്ടായിരുന്നുവെന്നും യുവാവിനൊപ്പം ജീവിക്കാൻ ഭർത്താവിനെ ഒഴിവാക്കാനാണ് വാടക കൊലയാളി ഏൽപ്പിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സോനത്തിന്റെ കാമുകനെ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന കാര്യം സംശയിക്കുന്നതായും പോലീസ് പറയുന്നു. മെയ് 11-നായിരുന്നു ഇവരുടെ വിവാഹം. ദമ്പതികൾ മെയ് മാസത്തിലാണ് മേഘാലയയിലെത്തിയത്. മെയ് 23-ന് ചിറാപുഞ്ചി പ്രദേശത്താണ് അവരെ അവസാനമായി കണ്ടത്. ജൂൺ 2-ന് ഭർത്താവിന്റെ മൃതദേഹം ഒരു മലയിടുക്കിൽ കണ്ടെത്തുകയായിരുന്നു. മാന്നാറിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയത് ചോദ്യം ചെയ്ത യുവാവിനെ ബൈക്ക് യാത്രികൻ റോഡിലൂടെ വലിച്ചിഴച്ചു. മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം ജംഗ്ഷനിലാണ് സംഭവം നടന്നത്. മദ്യപിച്ചെത്തിയ പ്രതി ബൈജു സൂപ്പർമാർക്കറ്റിൽ സാധനം വാങ്ങാൻ വന്നവരോട് അപമര്യാദയായി പെരുമാറുകയായിരുന്നു. സൂപ്പർമാർക്കറ്റിലെ ജീവനക്കാരിയോട് ബൈജു മോശമായി പെരുമാറിയതോടെ ജീവനക്കാരനായ യുവാവ് ചോദ്യം ചെയ്യാൻ പുറത്തിറങ്ങി. ഇതോടെ പ്രതി ബൈക്കിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഇയാളെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ചത്. പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാട്ടുകാരാണ് സാഹസികമായി പ്രതിയെ പിടിച്ചു നിർത്തി പോലീസിന് കൈമാറിയത്. പോൺ സിനിമയിൽ അഭിനയിക്കാൻ വിസമ്മതിച്ച 23-കാരിയെ ഫ്ളാറ്റിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചു. ബംഗാളിലാണ് സംഭവം. പോൺ സിനിമയിൽ അഭിനയിക്കാൻ നിർബന്ധിച്ച യുവാവും അമ്മയും 6 മാസത്തോളം തന്നെ പൂട്ടിയിട്ട് ക്രൂരപീഡനത്തെ ഇരയാക്കിയെന്നാണ് 23-കാരിയായ യുവതിയുടെ പരാതി. മർദ്ദനത്തിൽ പരിക്കേറ്റ യുവതി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. കേസിലെ പ്രതികളായ സ്ത്രീയും മകനും ഒളിവിലാണ്. ഇവർ ഒരു ഇവന്റ് മാനേജ്മെന്റ് ഏജൻസിയുടെ മറവിൽ പോൺ സിനിമ റാക്കറ്റ് നടത്തുമെന്നാണ് സംശയിക്കുന്നത്. 15-കാരിയെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി വിവിധയിടങ്ങളിൽ എത്തിച്ച് ലൈംഗിക അതിക്രമം നടത്തിയ 43-കാരൻ പിടിയിൽ. തൃശൂർ പെരുമ്പിലാവ് പ്രിയദർശിനി നഗറിൽ താമസിക്കുന്ന ആനപ്പറമ്പിൽ വീട്ടിൽ റഷീദിനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ വാഹനത്തിൽ കുട്ടിയെ കയറ്റിക്കൊണ്ടുപോയതിനു ശേഷം ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പിന്നീടും വാഹനത്തിൽ വെച്ചും പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയതായാണ് പരാതി. സ്കൂൾ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച 19-കാരനെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് പയ്യപ്ര സ്വദേശി തോട്ടപ്പാട്ടുചാലിൽ അബിൻ സന്തോഷിനെയാണ് പിടികൂടിയത്. ഇയാളെ പോക്സോ വകുപ്പ് ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. 2024-ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വിദ്യാർത്ഥിനിയെ നരിക്കുനി എന്ന സ്ഥലത്ത് വെച്ച് അബിൻ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. മാവൂരിൽ നിന്നാണ് അബിൻ സന്തോഷിനെ പിടികൂടിയത്. അവിഹിത ബന്ധത്തിൽ നിന്ന് പിന്മാറിയ യുവതിയെ കുത്തിക്കൊന്ന ശേഷം 25-കാരൻ രക്ഷപ്പെട്ടു. ബംഗളൂരു കേങ്കേരി സ്വദേശിനിയായ ഹരിണിയാണ് ഹോട്ടൽ മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 25-കാരനായ IT ജീവനക്കാരൻ യശസ് എന്ന യുവാവിനെ പോലീസ് അന്വേഷിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രി നടന്ന കൊലപാതകം 2 ദിവസങ്ങൾക്ക് ശേഷമാണ് പുറത്തറിഞ്ഞത്. ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും എന്നാൽ പിന്നീട് ഹരിണി ഈ ബന്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നുമാണ് പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമായ ഹരിണിയുടെ വീട്ടിൽ ഇവരുടെ ബന്ധത്തെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇത് തന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് വന്നതോടെ ബന്ധം ഉപേക്ഷിക്കാൻ ഹരിണി തീരുമാനിക്കുകയും ഇക്കാര്യം യുവാവിനെ അറിയിക്കുകയും ചെയ്തു. ഇത് അംഗീകരിക്കാൻ തയ്യാറാവാതെ വന്നതോടെ ഇവർക്കിടയിൽ മറ്റ് പ്രശ്നങ്ങളുമുണ്ടായി. ഒടുവിലാണ് ഹോട്ടൽ മുറിയിൽ വെച്ച് കൊലപാതകം സംഭവിച്ചതെന്ന് പോലീസ് പറയുന്നു.